നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ ആരോപണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഇന്നൊരു ലേഖനത്തിലൂടെ രംഗത്ത് വന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF തോറ്റത് ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചതുകൊണ്ടെന്നാണ് ദേശാഭിമാനിയിലെ ലേഖനത്തിൽ MP ഗോവിന്ദൻ ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്തെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് നേതൃത്വം മറുപടി പറയുമെന്നാണ് ആര്യാടൻ്റെ മറുപടി. ഇത് തെരഞ്ഞെടുപ്പല്ലേ തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വിവാദങ്ങൾ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമല്ലേ. ഞാൻ അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. അതൊക്കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അങ്ങനെ പറഞ്ഞെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് പ്രതികരിക്കണം. ഞങ്ങളുടെ പാർട്ടി ഇതേപോലെ നേതാക്കന്മാരൊക്കെയാണ്. അല്ല ഞാൻ ഈ ഒരു സ്ഥാനാർത്ഥി ഓരോ കാര്യത്തിന് പ്രതികരിക്കാൻ പോകുന്നത്. നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയെ നാളെ തീരുമാനിക്കും. തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്നതിനാൽ M സ്വരാജിനെ മത്സരിപ്പിക്കേണ്ടതെന്നാണ് ഇപ്പോഴത്തെ തീരുമാനമെന്ന് അറിയുന്നു. ശ്രീജിത്ത് നിലമ്പൂരിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യും. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. SKN CPIM-ന്റെ സ്ഥാനാർത്ഥിയെ LDF-ന്റെ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കാനാണ് ഇരിക്കുന്നത്. നാളെ രാവിലെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം തിരുവനന്തപുരത്ത് ചേരും. ഈ യോഗത്തിൽ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ ധാരണയാകും. തെരഞ്ഞെടുപ്പിന്റെ സംഘടനാ ചുമതലകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സെക്രട്ടറി അംഗം M സ്വരാജ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ഥാനാർത്ഥിയായി ഇടം പിടിക്കുമെന്ന് തരത്തിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകില്ല എന്ന കാര്യം നേതൃത്വം ഉറപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ചുമതലക്കാരനായ സ്വരാജിനെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിക്കുന്നില്ല. മറിച്ച് മറ്റു ചില പേരുകളാണ് ഇപ്പോൾ CPIM-ന്റെ പരിഗണനയിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ഷെറോണ റോയ്, ഒപ്പം തന്നെ ഈ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഷറഫ് അലി, തോമസ് മാത്യു തുടങ്ങിയ പേരുകളുള്ള. ഇത് കൂടാതെ വീണ്ടും ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ കൂടി CPIM പരിഗണിക്കുന്നു. അതൊരു വൻ വ്യവസായ കുടുംബത്തിൽ നിന്ന്, നിലമ്പൂരിൽ നിന്നൊരു വൻ വ്യവസായ കുടുംബത്തിൽ നിന്ന് ഉള്ള ഒരാളെയാണ് പരിഗണിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. എന്നാൽ ഇതിന്റെ പേര് വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ കൂടി അനുമതി ലഭിച്ച ശേഷമായിരിക്കും ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം വരിക. നാളെ ഉച്ചയോടുകൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് CPIM നടത്തുന്നത്. ഓക്കെ, താങ്ക് യു.